ഫേസ്ബുക്കിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഫേസ്ബുക്കിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയത്, നമുക്കൊക്കെ തുടങ്ങാൻ ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട്. ഫേസ്ബുക്കിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയിട്ട് ഞാൻ ആദ്യം വാങ്ങിച്ചൊരു മൈക്ക് 2900 രൂപയുണ്ട്. ഫസ്റ്റ് കിട്ടിയ പേയ്മെൻറ്റ് 3000 രൂപയാണ് കേട്ടോ, $33. ഇന്ന് എനിക്ക് ഫേസ്ബുക്കിൻ്റെ രണ്ടാമത്തെ പേയ്മെൻ്റ് ആയി കേട്ടോ, 4600 സംതിങ്. ഞാനിപ്പോൾ മൈക്കിലാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്, നമുക്ക് വീഡിയോസ് ഇടുമ്പോൾ ചമ്മലുണ്ടായിരുന്നോ, മറ്റുള്ളവരെന്ത് വിചാരിക്കൂ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. എങ്ങനെയാണ് ഈ ഫേസ്ബുക്കിലേക്ക് വന്നത്, ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത് എന്നൊക്കെ ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഫേസ്ബുക്ക് അല്ലായിരുന്നു തുടങ്ങിയത്, ഞാൻ ആദ്യം യൂട്യൂബായിരുന്നു തുടങ്ങിയത്. ഞാനൊരു ഹോം ബേക്കറായിരുന്നു. അപ്പോൾ കേക്കിൻ്റെ വീഡിയോസാണ് ഞാൻ ആദ്യം ഇട്ട് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു 1000 സബ്സ്ക്രൈബർ എങ്ങനെയല്ലോ ഒപ്പിച്ചെടുത്തു. മോണിറ്റൈസേഷൻ ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ യൂട്യൂബ് എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അതിനുശേഷം പിന്നെ ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എൻ്റെ ബേക്കിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഒരു വരുമാനം നിന്നുപോയല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു. വീഡിയോസ് ഒന്നും ഇടാറില്ല, ഒന്നും ചെയ്യാറില്ല. പിന്നീട് ഞാൻ 5ാം മാസം തൊട്ടാണ് ഞാൻ പിന്നെ പ്രഗ്നൻസി വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. റീച്ച് കയറാൻ തുടങ്ങി. നമുക്ക് റീച്ച് കയറുമ്പോൾ നമുക്ക് ഇരട്ടി ആവേശം ഇൻട്രസ്റ്റും ഒക്കെ കൂടും. അങ്ങനെ ഞാൻ പിന്നെ ഡെയിലി വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പോൾ കമൻസ് വരാൻ തുടങ്ങി, ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങി, പേഴ്സണലായിട്ട് എനിക്ക് DM ചെയ്ത് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അന്നേരം എനിക്ക് തോന്നി എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആണ്, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി. അങ്ങനെയാണ് പിന്നെ ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയത്. ഫേസ്ബുക്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇടേണ്ട ആവശ്യമില്ല. നമ്മളൊരു വീഡിയോ എടുത്തു വെക്കുക, അത് നല്ല വൃത്തിയിൽ എഡിറ്റ് ചെയ്യുക, എന്നിട്ട് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഈ 3ലും പോസ്റ്റ് ചെയ്യുക. പക്ഷേ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വീഡിയോസ് ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്കിൽ കയറും. ഈവൻ ഫേസ്ബുക്കിലാണ് ഇടുന്നതെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കയറും. 6000 ഫോളോവേഴ്സ് ആയത് എനിക്ക് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ഓണാക്കി തന്നു. മോണിറ്റൈസേഷൻ ഓണാക്കി തന്നേരം ഒരു 7ാം മാസം 8ാം മാസം അങ്ങനെയാണെന്ന് തോന്നുന്നു, പ്രഗ്നൻസി ടൈം 8ാം മാസമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഓണാക്കി തന്നതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എങ്ങനെയാണ് ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ആക്കുക, എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക, ടാക്സ് ആഡ് ചെയ്യുക, ഒന്നും അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അക്കൗണ്ടിലുള്ള എല്ലാ മണിയും നമ്മൾ 0 ബാലൻസ് ആക്കി. കാരണം നമുക്ക് ഫസ്റ്റ് ടൈം പേടിയാണല്ലോ, എന്തെങ്കിലും ആയിപ്പോവും, എന്തെങ്കിലും ബാങ്ക് ട്രാൻസാക്ഷൻ എന്തെങ്കിലും ഹാക്ക് ചെയ്യുമോ, അങ്ങനെയുള്ളൊരു പേടിയായിരുന്നു. അങ്ങനെ ഈ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യോട്ട് മെത്തേഡ് ചോദിച്ചേരം ഞാൻ കുറച്ച് ഇൻഫ്ലുവൻസർക്ക്, കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ 6000 ഫോളോവേഴ്സാണ് ഉള്ളെങ്കിൽ ഞാൻ 7000 ഫോളോവേഴ്സുള്ള കുറച്ച് ഇൻഫ്ലുവൻസർക്ക് മെസ്സേജ് അയച്ചു നോക്കി. അവർ മെസ്സേജിന് റിപ്ലൈ പോയിട്ട് അവരൊന്നും ഓപ്പൺ ആക്കുക കൂടെ ചെയ്തില്ല. അന്നേരം എനിക്ക് മനസ്സിലായി നമ്മൾ സ്വയം വഴിവെട്ടി വരേണ്ട ഒരു ഫീൽഡാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ കുറേ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി, എങ്ങനെയാണ് ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ ആഡ് ആക്കുക, എങ്ങനെ പേ ഔട്ട് മെത്തേഡ് ചെയ്യുക, ടാക്സ് എങ്ങനെ ആഡ് ആക്കുക. അങ്ങനെ കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ലാപ്ടോപ്പിൽ ഈ ഒരു വീഡിയോ ഓണാക്കി വെച്ച്, എന്നിട്ട് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് അവർ പറയുന്ന അതേ മെത്തേഡാണ് ചെയ്തു വെച്ചു. അങ്ങനെ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ ടാക്സൊക്കെ സക്സസ്ഫുൾ ആയിട്ട് വന്നു. അതിന് ശേഷം പിന്നെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. എപ്പോൾ പേയ്മെൻറ്റ് കിട്ടുക ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡോളേഴ്സ് ഇങ്ങനെ കയറി. അങ്ങനെ എനിക്ക് ഫെബ്രുവരി 28-നാണ് എനിക്ക് ഫസ്റ്റ് ഫേസ്ബുക്കിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയത്. എത്രയാണോ പൈസ കിട്ടിയത്, ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിന്ന് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യത്തെ പേയ്മെൻറ്റ് എത്രയാണ് പറയാഞ്ഞത്. എനിക്ക് പേയ്മെൻറ്റ് വാങ്ങിച്ചെന്ന ആളാണ് കേട്ടോ ഇത്, എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ വീഡിയോസാണ് എനിക്ക് റീച്ച് ആയത്. അല്ലേ മാമേ? മാക്സിമം പേയ്മെൻറ്റ് $25 ആവണം ഫേസ്ബുക്കിൽ. $25 ആയതിനു ശേഷം മാത്രമേ നമുക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യൂ. ഫെബ്രുവരിയിൽ $15 മാത്രമേ ആയിട്ടുള്ളൂ. അതിന് ശേഷമാണ് മനസ്സിലായത് $25 ആവണമെന്ന്. അങ്ങനെ ഫെബ്രുവരിയിൽ എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല. പിന്നെ വരുന്നത് മാർച്ചിലാണ്. മാർച്ചിൽ എനിക്ക് $33 ആയി. ആ $33 ഫെബ്രുവരിയിലത്തെ $15 കൂടെ കൂട്ടിയിട്ട് ഏകദേശം $50 ആണ് എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്.